എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എച്ച് എസ് എ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം സിലബസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ സിലബസ് ഉടനെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാകും. എൻട്രിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കോഴ്സുകൾ പുരോഗമിക്കുന്നുണ്ട്. നോർമൽ ബാച്ചുണ്ട്, എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയതും അല്ലാത്തതുമായ ഗോൾഡ് ബാച്ചുണ്ട്. അതുകൂടാതെ നമുക്ക് എച്ച് എസ് എ മാസ്റ്റർ ബാച്ചും വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സോ സിലബസ് മാറിയാലും ഇല്ലെങ്കിലും മാറാത്ത ഒരു ഭാഗം ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ്. 20 മാർക്കുണ്ട്. കഴിഞ്ഞ തവണ പകുതി ഗ്രാമർ ചോദ്യങ്ങളും പകുതി വൊക്കാബുലറി ചോദ്യങ്ങളും ഒരു ചോദ്യം ലാംഗ്വേജ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും ചോദിച്ചു. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, അപ്പോൾ എൻട്രിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രാമർ പോർഷൻസ് ആദ്യത്തെയൊക്കെ ബാച്ചിന് ഒരുവിധം കംപ്ലീറ്റ് ആയിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ആവശ്യമാണ്. കാരണം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാവരും ഗ്രാമറൊക്കെ ഒരുവിധം പഠിച്ചിരിക്കുന്നവരാണ്. ആ നിലവാരം നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ നിലവാരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും ഗ്രാമറും വൊക്കാബുലറിയും വരുന്നതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ എടുത്ത് പരിശോധിച്ചാൽ സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ നിലവാരമുള്ളതാണെന്ന് പറയേണ്ടി വരും. ലാംഗ്വേജ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സോ അതേ മോഡലിൽ തന്നെ ഞാൻ തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് എച്ച് എസ് എ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു പക്ഷേ 20 മാർക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യണം എന്ന് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 3 മാർക്ക് 3 തെറ്റ് വന്നാൽ 1 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 10, 20 എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് സ്വയം വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റിസപ്ഷനിസ്റ്റ്, ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. Please bring a copy of your resume today itself. Identify the parts of speech of the underlined words respectively. Noun and adjective. A. Noun and adjective. B. Noun and verb. Adjective and noun. None of this എന്നാണ്. So my dear students, ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെസ്യൂം എന്ന് പറയുന്ന വാക്ക് രണ്ടിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം റെസ്യൂം എന്നും രണ്ടാമത്തെ വാക്ക് ഉച്ചരിക്കുന്നത് റെസ്യൂമെ എന്നുമാണ്. സോ നമുക്കറിയാം എന്താണ് റെസ്യൂം. രണ്ടർത്ഥമുണ്ട് റെസ്യൂമിന്. റെസ്യൂം വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തുടരുക എന്നാണ്. റെസ്യൂമെ എന്ന് പറയുന്ന വാക്ക് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ബയോഡേറ്റ അല്ലെങ്കിൽ കരിക്കുലം വിറ്റ് എന്നാണ്. സോ ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഇവിടെ വെർബാണ്, തുടരുന്നു എന്നർത്ഥം. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമെ എന്ന് പറയുമ്പം ഇവിടെ ബയോഡേറ്റയാണ്, അതായത് അത് നൗണാണ്, അതൊരു പേരായ ശബ്ദമാണ്. മറ്റേത് ഒരു വെർബാണ്, ഒരു ആക്ഷനാണ്. സോ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന വെർബ് ആൻഡ് നൗൺ ആണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വരേണ്ടത് വെർബ് ആൻഡ് നൗൺ എന്നാണ് ഉത്തരത്തിൽ വരേണ്ടത്. റെസ്യൂമെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുക വെച്ചാൽ വെർബ് ആൻഡ് നൗൺ. അൺഫോർച്ചുനേറ്റ്ലി നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് അല്ല, നൗൺ ആൻഡ് വെർബ് ഉണ്ട്. അല്ല, വെർബ് ആൻഡ് നൗൺ ആണ്, അഡ്ജക്റ്റീവ് ആൻഡ് നൗൺ ഉണ്ട്. അപ്പോൾ ആൻസർ നൺ ഓഫ് ദിസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നൗൺ ആൻഡ് വെർബ് എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ റെസ്പെക്റ്റീവ്ലി എന്ന് ചോദ്യമുണ്ട്. വെർബ് ആൻഡ് നൗൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ ഒരേ സമയം നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കുന്ന വാക്കുകൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വാട്ടർ നൗണാണ്, വെർബായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാട്ടർ വെള്ളം നൗണാണ്, വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വാട്ടേഡ്, വാട്ടറിങ്, വെള്ളം ഒഴിക്കുക എന്നർത്ഥത്തിൽ. പുസ്തകം എന്നുള്ള അർത്ഥത്തിൽ നൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ പ്ലീസ് ബുക്ക് എ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ബുക്ക് വെർബാണ്. ഫാൻ എന്ന് പറയുന്ന വാക്ക് മോളിൽ കിടക്കുമ്പോൾ അത് നൗണാണ്. എന്നാൽ ഫാനിങ്, വീശുക എന്ന അർത്ഥത്തിലും ഫാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല വാക്കുകളും ഇംഗ്ലീഷിൽ പല വാക്കുകളും നമ്മൾ നൗണും വെർബുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ബാക്കിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൻ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. സൂപ്പർ ചോദ്യമാണ്. സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൻ എന്ന് പറയുമ്പോൾ വാസ് ഗിവൻ വരാം, വെയർ ഗിവൻ വരാം, ഹൗ ബീൻ ഗിവൻ വരാം. വാസ് വരത്തില്ല. എന്തുകൊണ്ടാണ് വാസ് വരാത്തത്? സ്റ്റുഡൻസ് ആണ് സബ്ജക്റ്റ്. പിന്നുള്ളത് വെയർ ഗിവനും ഹൗ ബീൻ ഗിവനും. രണ്ടും പാസീവാണ്. രണ്ടും ചേർത്താൽ അർത്ഥത്തിൽ യാതൊരു തെറ്റുമില്ല. രണ്ടും അർത്ഥം ശരിയാണ്. ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ വെയർ ഗിവനും കറക്റ്റാണ്, കൊടുക്കപ്പെട്ടു. ഹൗ ബീൻ ഗിവനും കറക്റ്റാണ്. ഹൗ ബീൻ ഗിവൻ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. വെയർ ഗിവൻ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് ഫോമാണ്. രണ്ടും പാസീവാണ്, പക്ഷെ ഒരെണ്ണം പ്രസന്റും ഒരെണ്ണം പാസ്റ്റുമാണ്. അപ്പോൾ ടെൻസ് നോക്കണം. യെസ്റ്റർഡേ വരുമ്പോൾ ഒരിക്കലും ഹൗ ബീൻ വരത്തില്ല, കാരണം ഹൗ ബീൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ആൻസർ ഈസ് വെയർ ഗിവൻ. ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത്. ടെൻസും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും കൂടെ ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നു. പഠിക്കണം. എൻട്രിയിലെ ക്ലാസ്സുകൾ കൊണ്ട് ഗ്രാമർ വൊക്കാബുലറി നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. അത് ഞാൻ 100% ഉറപ്പ് വരുന്നു. എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
ഞാൻ ഈ പറയുന്ന വെറും വാക്കാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഐ ഹാവ് എ ഡാഷ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ചൂസ് എ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ഹെഡ് ഏക്ക്, ടെറിബിൾ ഹെഡ് ഏക്ക് എന്നൊക്കെ പറയും. അസുഖങ്ങളുടെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കാറില്ല. ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, എയ്ഡ്സ് എന്നൊക്കെ പറയുമ്പം അസുഖങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, നോ ആർട്ടിക്കിളാണ്. പക്ഷേ ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക് എന്നൊക്കെ വന്നാൽ എ ഉപയോഗിക്കണം. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്, ഐ ഹാവ് എ ഹെഡ് ഏക്ക്, ഐ ഹാവ് എ ടൂത്ത് ഏക്ക് എന്നൊക്കെ പറയാറുണ്ട്. സോ ദ ആൻസർ ഈസ് എ. ആർട്ടിക്കിൾ കഴിഞ്ഞ തവണയും ചോദിച്ചതാണ്. സിനോണിം, ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദ ക്വാളിറ്റീസ് ഡിസയർ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഒരെണ്ണമാണ് ഇക്വാനിമിറ്റി. നമുക്ക് നോക്കാം, പോസിറ്റീവ് ആയിരിക്കും. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. കറേജ്, ധൈര്യമാണോ? കാംനെസ്, ശാന്തതയാണോ? പൊളൈറ്റ്നെസ്, വിനയമാണോ? നൺ ഓഫ് ദിസ്. ഇതെല്ലാം ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് കാംനെസ്, ശാന്തത. പലയിടത്തും ശാന്തനായിട്ടിരിക്കുക. കാംനെസ് ഈസ് വൺ ഓഫ് ദ ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. കാംനെസ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ജോൺ വാസ് എക്സ്കൾപ്പേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ. ജോൺ വാസ് എക്സ്കൾപ്പേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ. എക്സ്കൾപ്പേറ്റഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ എന്താണ് ചോദിച്ചത്? ഓപ്പോസിറ്റ് ആണ്, അർത്ഥമല്ല, ഓപ്പോസിറ്റ്. അക്വിറ്റഡ്, എക്സോണറേറ്റഡ്, വിൻഡിക്കേറ്റഡ്, നൺ ഓഫ് ദിസ്. ഏത് വലിയ ഇംഗ്ലീഷുകാരനാണെങ്കിലും ഒരു നിമിഷം പകച്ചു പോകുന്ന ഓപ്ഷനും പകച്ചു പോകുന്ന ചോദ്യവും. എക്സ്കൾപ്പേറ്റിൻ്റെ അർത്ഥം അറിഞ്ഞാൽ പോലും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ബാക്കി മൂന്നിൻ്റെ അർത്ഥം അറിയണം. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലേ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് എക്സ്കൾപ്പേറ്റഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? വെറുതെ ഊഹിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത്? എക്സ്. എക്സിറ്റ്, പുറത്തേക്ക്. അതെ, എക്സ് അങ്ങനെയാണ്. എക്സ് സർവീസ് മാൻ, സർവീസിൽ നിന്നും പുറത്തായ ആൾ. സോ എക്സ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും പുറത്തുനിന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അർത്ഥം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് കുറ്റവിമുക്തനാക്കുക എന്ന് പറയും. ഒരാളെ വിട്ടയക്കുക, ഫ്രീ ആക്കുക, കുറ്റത്തിൽ നിന്നും മോചിതനാക്കുക. അക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. എക്സോണറേറ്റഡ് അത് തന്നെ അർത്ഥം എത്ര പേർക്കറിയാം? വിൻഡിക്കേറ്റഡ് അത് തന്നെ അർത്ഥം എത്ര പേർക്കറിയാം? അതായത് എക്സ്കൾപ്പേറ്റഡിൻ്റെ സിനോണിംസ് ആണ് ഇത് മൂന്ന് പേരും. കുറ്റവിമുക്തനാക്കുക, ഫ്രീ ആയിട്ട് വിട്ടയക്കുക. ആൻസർ നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത് കോൺവിക്റ്റഡ് എന്നാണ്. കോൺവിക്റ്റഡ്, കുറ്റവാളിയാക്കുക, പിടിച്ചകത്തിടുക, വിട്ടയക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. സെവറൽ ഓൾഡ് ബിൽഡിംഗ്സ് വെയർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദ ഒളിമ്പിക്സ്. സെവറൽ ഓൾഡ് ബിൽഡിംഗ്സ് വെയർ പുൾഡ്, അതായത് പഴയ ബിൽഡിങ്സ് എല്ലാം പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിമോളിഷ്. എന്താണ്? ഡിമോളിഷ് എന്നാണ്. നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കേട്ടോ. നിങ്ങൾ എഴുതാനുള്ള സമയം ഞാൻ തരുന്നുണ്ട് ആൻസർ പറയുന്നതിന് മുമ്പ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്കും കൂടെ കമൻറ്റ് ചെയ്യണം, നെഗറ്റീവ് കഴിഞ്ഞ് എത്ര ആണെന്നുള്ളത്. പുൾ ഡൗൺ. ആൻസർ എഴുതാതെ വിട്ടാൽ നെഗറ്റീവ് ഇല്ല, എഴുതിയാൽ തെറ്റിപ്പോയാൽ 3 തെറ്റിന് 1 മാർക്ക് വെച്ച് കുറയും. ഡിമോളിഷ്, പുൾ ഡൗൺ ആണ്, പുൾ ഡൗൺ. വൊക്കാബുലറി പാർട്ടിലേക്ക് വരാം. ടൈഗറിൻ്റെ ജെൻഡർ ആണ് ടൈഗ്രസ്. ടൈഗർ മസ്കുലിനും ടൈഗ്രസ് ഫെമിനിനും. ഡ്രേക്കും ഡക്കും, ആൺതാറാവും പെൺതാറാവും. റാം ആണാടാണ്, പെണ്ണാടിനെ വിളിക്കുന്ന പേര് യു. ഇത് ഉച്ചരിക്കുന്നത് ഈവ് എന്നാണ്. അതുകൊണ്ടാണ് ഈ വാക്കിൻ്റെ മുമ്പിൽ എ ഈവ് എന്ന് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. മേയർ ഹോഴ്സിൻ്റെയാണ്, ഹോഴ്സിൻ്റെ പെണ്ണിനെയാണ് മേയർ എന്ന് വിളിക്കുന്നത്. സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ കലമാനാണ്, ആൺ വർഗത്തിൽപ്പെട്ട മാൻ. അതിൻ്റെ ഫെമിനിൻ ജെൻഡറിനെ വിളിക്കുന്ന പേര് ഹിന്ദ് എന്നാണ്. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കുക. ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്, റാം, ഈവ്, ഹോഴ്സ്, മേയർ, സ്റ്റാഗ്, ഹിന്ദ്. അത്രയെങ്കിലും ഇപ്പോൾ പഠിക്കുക. മസ്കുലിൻ, ഫെമിനിൻ ചോദിക്കാം. സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. കഴിഞ്ഞ തവണയും ചോദിച്ചിരുന്നു സ്പെല്ലിംഗ് ചെക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഏറ്റവും കട്ടി വാക്കായിരിക്കും ചോദിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് റോങ്ലി സ്പെൽഡ്, തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ്. ഇക്വിലിബ്രിയത്തിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. EQUILIBRIUM, കറക്റ്റ്. സാക്രിലേജിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അറിയാമോ? SACRILEGIOUS. ഇത് 2 ശരിയാണ്. ചോദിച്ചത് തെറ്റേതാ? ഒന്ന് തെറ്റാണെന്ന് പറയുന്നു, 2 തെറ്റാണെന്ന് പറയുന്നു, 2ഉം തെറ്റാണെന്ന് പറയുന്നു. നെയ്തർ, 2ഉം ശരിയാണെന്ന് പറയുന്നു. ആൻസർ നെയ്തർ. നെയ്തർ എന്നാ ഉത്തരം എഴുതേണ്ട, കാരണം തെറ്റേതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ശരിയാ, അപ്പം നെയ്തർ, ഒന്നും തെറ്റല്ല. ഹീ ഈസ് എ മാൻ ഹൂ ഈസ് റെഡി ടു ബിലീവ് എനിത്തിങ്. സൂപ്പർ ചോദ്യമായിരുന്നു. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് പാർട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ഈസ് റെഡി ടു ബിലീവ് എനിത്തിങ് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന, എന്തു പറഞ്ഞാലും വിശ്വസിച്ച് ആക്ട് ചെയ്യുന്ന ആളെ എന്ത് വിളിക്കും? ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ. ഈസ് ഡിസീറ്റ്ഫുൾ, വഞ്ചന, ചതി. ഫ്രോഡിലൻ്റ്, ഫ്രോഡ് പരിപാടി, അതൊക്കെ ചതിയാണ്. നൺ ഓഫ് ദിസ്. ഉത്തരവില്ല, കാരണം ക്രെഡിബിൾ അല്ല. ക്രെഡിബിൾ വിശ്വാസയോഗ്യത, എൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു.
ആ ജോലി സ്ഥലത്ത് എൻ്റെ ക്രെഡിബിലിറ്റി നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ക്രെഡിബിൾ, അത് വിശ്വാസയോഗ്യം. എന്ത് കേട്ടാലും വിശ്വസിക്കുന്നത് പറഞ്ഞാൽ നെഗറ്റീവാണ്. അതിനെ വിളിക്കുന്ന പേര് ക്രെഡുലസ്. ഒതല്ലോയുടെ ട്രാജിക് ഫ്ലോ ഹമേർഷ എന്തായിരുന്നു? ഓവർ ക്രെഡുലസ് ആയിരുന്നു. എന്ത് കേട്ടാലും അതുപോലെ വിശ്വസിക്കും. നെക്സ്റ്റ്, ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ് എഫക്റ്റ് ഓഫ് ദ ഡിസീസ് ഡാഷ് മൈൽഡ് ഓൺ ഹിം. സൂപ്പർ ചോദ്യമാണ്. ഹാഡ് ഹി ബീൻ, അതായത് ഈഫ് ക്ലോസിൽ ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന് വരുന്ന മൂന്നാമത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 എന്ന് എഴുതിയാൽ ശരിയാ. അപ്പോൾ അവിടെ ഈഫ് വേണ്ട. ഇതും മൂന്നാമത്തെ കണ്ടീഷനാ, ഇതും മൂന്നാമത്തെ കണ്ടീഷനാ. ഇതൊക്കെ സൂപ്പറായിട്ട് പഠിക്കേണ്ടതാണ്. ഈഫ് ക്ലോസിന്റെ ഇൻവേർട്ടഡ് കണ്ടീഷനാണ്. ഈഫ് ക്ലോസിന്റെ 3 കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. അതിനകത്ത് മൂന്നാമത്തെ കണ്ടീഷനും ഓരോ കണ്ടീഷനും ഓരോ ഇൻവേർട്ടഡ് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട്, തേർഡ് കണ്ടീഷൻ ഉണ്ട്. തേർഡ് കണ്ടീഷന്റെ ഇൻവേർട്ടഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈഫ് ഇല്ലാതെ ആദ്യം ഹാഡ് എഴുതി സബ്ജക്റ്റ് എഴുതി V3 എഴുതണം. അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഹാഡ് എഴുതി സബ്ജക്റ്റ് എഴുതി V3. ബീൻ എന്ന് പറയുന്ന V3 ആണ്. ഈസാമാർ എന്ന് പറയുന്ന വെർബിന്റെ V3 ആണ് ബീന്. ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ് എഫക്റ്റ് ഓഫ് ദ ഡിസീസ്, എഫക്റ്റ് ഓഫ് ദ ഡിസീസ് പറയൂ. വുഡ് ഹാവ് പ്ലസ് V3, അതായത് വുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരും. അതിന് മൂന്നാമത്തെ കണ്ടീഷന്റെ മെയിൻ ക്ലോസിൽ ഇങ്ങനെ വരുന്നത്. ഈ രണ്ട് ഫോമിൽ വന്നാലും മെയിൻ ക്ലോസ് ഇതായിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ വന്നിരിക്കുന്ന വുഡ് ഹാവ് ബീൻ, വേറെ ഒന്നും നോക്കണ്ട. വുഡ് ഹാവ് ബീൻ എന്നാണ് വരുന്നത്. വുഡ് ഹാവ് ബീൻ, ഇതാണ് കറക്റ്റ്. വുഡ് ഹാവ് ബീൻ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇഫ് ഹി ഹാഡ് ബീൻ ഇനോക്കുലേറ്റഡ് എന്ന് എഴുതുന്നതിന് പകരം ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ് എന്ന് എഴുതിയാലും രണ്ടും ശരിയാണ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്ന് എഴുതുന്നതിന് പകരം ഹാഡ് യു വർക്ക്ഡ് ഹാർഡ് എന്ന് എഴുതിയാലും ശരിയാണ്. നെക്സ്റ്റ്, ബാലൂസ്, ഇത് മാർക്ക് ചെയ്ത തെറ്റിപ്പോയാണ്. ബാലു അപ്പോസ്ട്രോഫി എസ് റിട്ടൺ ദ ബുക്ക്. സൂപ്പർ ചോദ്യമാണ്. ഈ അപ്പോസ്ട്രോഫി എസ് ഇട്ടാൽ ഈസ് വരാം, വാസ് വരാം, ഹാസ് വരാം. അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ബുദ്ധി. ബാലു ഹാസ് ആണോ, ബാലു ഈസ് ആണോ, ബാലു ഡസ് ആണോ, അല്ലെങ്കിൽ ബാലു ഈസ് വാസ് ഹാസ്, അതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ബാലു ഈസ് റിട്ടൺ എന്ന് പറയത്തില്ല, ബാലു വാസ് റിട്ടൺ എന്ന് പറയത്തില്ല. കാരണം ഈസ് പ്ലസ് V3 വന്നാലും വാസ് പ്ലസ് V3 വന്നാലും അത് പാസീവാണ്. അതായത് ബാലു എഴുതപ്പെടുന്നു എന്നർത്ഥം അല്ല. ദ ബുക്ക് ഈസ് റിട്ടൺ എന്നായിരുന്നെങ്കിൽ ഓക്കെ, ദ ബുക്ക് വാസ് റിട്ടൺ എന്നായിരുന്നെങ്കിൽ ഓക്കെ. പുസ്തകം എഴുതപ്പെട്ടു ബൈ ബാലു. അപ്പോൾ ആൻസർ ആക്റ്റീവ് വരുന്നത് ഇങ്ങനെയാണ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇത് ആക്റ്റീവ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ആൻസർ ഹാസിൻ്റെ ഹി. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്, പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാസിൻ്റെ. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈസിൻ്റെ ഹി ആണോ, ഹാസിൻ്റെ ഹി ആണോ, ഡസിൻ്റെ ഹി ആണോ, അതോ ഹാസിൻ്റെ ഹി ആണോ? ഈസിൻ്റെ ഹിയും വാസിൻ്റെ ഹിയും വരത്തില്ല, കാരണം അത് പാസീവാണ്. എ ബുക്ക് ഹാസ് റിട്ടൺ അല്ലെങ്കിൽ എ ബുക്ക് ഈസ് റിട്ടൺ എന്ന് പറയും. എന്നാൽ ആൻസർ ഹാസിൻ്റെ ഹി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ദ മീനിങ് ഓഫ് ദ ഫ്രേസ് കാർട്ടെ ബ്ലാൻഷെ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊനൗൺസിയേഷൻ. കാർട്ടെ ബ്ലാൻഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ അധികാരം കൊടുക്കുക. ഒരു ലീഗൽ ടേമാണ്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ്. ഒരാൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് കാർട്ടെ ബ്ലാൻഷെ. ആന്റോണിം ഓഫ് ദ വേർഡ് റിഡൻഡന്റ്. സൂപ്പർ ചോദ്യമാണ്. റിഡൻഡന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്താണ്? നെസസറി. റിഡൻഡന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെസസറി എന്നാണ് ഓപ്പോസിറ്റ്. സൂപ്പർ വാക്കാണ്. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. എന്താണ് അവിടെ തെറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. എ ആണോ തെറ്റ്, ബി ആണോ തെറ്റ്, സി ആണോ തെറ്റ്? ഐഡന്റിഫൈ ദ റോങ് പാർട്ട്. അതോ ഡി ആണോ തെറ്റ്? എ ബി സി. ദിസ് ഈസ് ദ കറക്റ്റ് സെന്റൻസ്. എന്താ? അവർ സ്റ്റുഡൻസ് പ്ലൂറലാണ്, ഹാവ് വരാം, ജസ്റ്റ് ഇടയ്ക്ക് വരാം. ഹാഡ് ആഹാരം കഴിച്ചു എന്ന അർത്ഥത്തിൽ ഹാഡ് V3 ആയിട്ട് ഉപയോഗിക്കും. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. കറക്റ്റാണ്. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ്. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാറുണ്ട്. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കഴിച്ചേ ഉള്ളൂ. അവർ സ്റ്റുഡൻസ് ഹാവ് ഹാഡ് ദെയർ ലഞ്ച്, നോ പ്രോബ്ലം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ലഞ്ച്, എല്ലാം ശരിയാണ്. ജസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ ജസ്റ്റും ആൾറെഡി ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് എ കറക്റ്റ് സെന്റൻസ്. ഹി അപ്പോസ്ട്രോഫി എസ് സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. മുമ്പിലത്തെ കൂട്ടൊരു ചോദ്യമാണ്. ഹീസ് അഡ്മിറ്റഡ് ആണോ, ഹി വാസ് അഡ്മിറ്റഡ് ആണോ, ഹി ഹാസ് അഡ്മിറ്റഡ് ആണോ? ഏതാണ്? സ്കേഴ്സ്ലി നെഗറ്റീവാ, അതവിടെ നിൽക്കട്ടെ. ഹി ഈസ് അഡ്മിറ്റഡ്, ഹി വാസ് അഡ്മിറ്റഡ് പാസീവാ.
ഹീ ഈസ് അഡ്മിറ്റഡ്, ഹീ വാസ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം പാസീവ് ആയതുകൊണ്ട് അവൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം അവനെ കണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നാണ്. അവൻ്റെ മിസ്റ്റേക്ക് അവൻ സ്വയം അഡ്മിറ്റ് ചെയ്യുമെന്ന് പറയുമ്പം ഹി ഹാസ് അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ മിസ്റ്റേക്ക് സ്വയം അഡ്മിറ്റ് ചെയ്തു. പക്ഷെ നെഗറ്റീവാ, ഹി ഹാസ് സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്, ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഈ ഹാസിൻ്റെ ഹി അല്ല ഹാസ് ഹി. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗിൻ്റെ കൂടെ ഇൻറ്റു വേണ്ട. ഹാസ് ആണ് സഹായകരി എന്ന് മനസ്സിലായി, സബ്ജക്റ്റ് ഹി ആണ്, ഹാസ് ഹി. ഹാസിൻ്റെ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചോദിച്ചാൽ സെൻറ്റൻസ് സ്കേഴ്സ്ലി നെഗറ്റീവാണ്. ഈസും വാസും എന്തുകൊണ്ട് വന്നില്ല? ഹീസ് അഡ്മിറ്റഡ്, ഹി വാസ് അഡ്മിറ്റഡ് എന്ന് വെച്ചാൽ അവൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, എന്തോ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അല്ല, അവൻ്റെ മിസ്റ്റേക്ക് അവൻ സ്വയം അഡ്മിറ്റ് ചെയ്തു. ഹി ഹാസ് അഡ്മിറ്റഡ്, സോ ഹി ഹാസ് സ്കേഴ്സ്ലി വന്നതുകൊണ്ട് ഹാസ് ഹി. ഓക്കെ. ജോൺ ഡാഷ് ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. കൺഫ്യൂസിങ് വെർബ്സിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂസിങ് വെർബാ ലൈ, ലൈഡ്, ലൈഡ്. ഇപ്പൊ V1 V2 V3 എന്നൊക്കെ നമ്മൾ പറയുമ്പം കള്ളം പറഞ്ഞു. വേറെ ലൈ ഉണ്ട്, കിടക്കുക. അതിൻ്റെ പാസ്റ്റ് ലേ, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ, അത് കിടക്കുക എന്നാണ്. ഇത് എഴുതി വെച്ച് പഠിച്ചോണം. വലിയ ഗ്രാമർ അറിയാവുന്നവർക്കും വെക്കാബുലറി അറിയാവുന്നവർക്കും പലപ്പോഴും അറിയാതെ പോകുന്നൊരു സാധനം ഇത്. നിങ്ങൾ എനിക്കെടുത്തില്ല, ഇതിൻ്റെ ഒരു ലേ ഉണ്ട്. ഇടുക, ഫൗണ്ടേഷൻ സ്റ്റോൺ ഒക്കെ ഇട്ടു, ലേയിങ് സെറമണി, ലെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇടുക. ഇതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം പഠിച്ചിട്ടാണ്. കള്ളം പറയുക എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ലൈഡാണ് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. കിടക്കുക എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ലേയും ലൈനുമാണ് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. ലേ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഇടുക, ഫൗണ്ടേഷൻ സ്റ്റോൺ, ലേയിങ് സെറമണി, അതിൻ്റെ ലെയ്ഡ് എന്ന് വരും. ഇനി പറ, ജോൺ ഡാഷ് ഓൺ ദ ബെഡ്, കിടന്നു എന്നാ. കിടന്നു എന്നാണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും വരണോ? ലൈ, ലേ, ലെയിൻ. സോ ലൈഡ് വരത്തില്ല, ലൈഡ് കള്ളം പറഞ്ഞു എന്നാ, ലെയ്ഡ് ഇട്ടു എന്നാ, ആൻസർ കിട്ടി ലേ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് എഴുതി വെച്ച് പഠിച്ചോ, സൂപ്പർ സാധനമാണ്. നെക്സ്റ്റ്, ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത്. മഹാത്മാഗാന്ധി ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത്. വിവേകാനന്ദൻ ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ അർത്ഥം ഓണസ്റ്റ് പീപ്പിൾ, സത്യസന്ധരായ ആൾക്കാരെയാണ് സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് വിളിക്കുന്നത്. ഓണസ്റ്റ്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യുവർ. പ്യുവർ എന്ന് പറയുന്ന വാക്ക് നിന്നും കിട്ടിയിരിക്കുന്ന മറ്റൊരു അഡ്ജക്റ്റീവ്, പ്യുവർ അഡ്ജക്റ്റീവാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു അഡ്ജക്റ്റീവിൽ നിന്ന് ഒരു അഡ്ജക്റ്റീവിനോട് ഉണ്ടാക്കാൻ പറ്റും, അതതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹാപ്പി, സന്തോഷവാനായ, അൺഹാപ്പി, അസന്തോഷവാനായ. ആക്റ്റീവ്, ഇനാക്റ്റീവ്. ഡീസൻറ്റ്, ഇൻഡീസൻറ്റ്. ഇനി പറ, പ്യുവറിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്, ഇംപ്യുവർ. അൺപ്യുവർ അല്ല, ഇംപ്യുവർ. പ്യൂരിറ്റി നൗണാണ്, അൺപ്യുവർ എന്നൊരു വാക്കില്ല. നൺ ഓഫ് ദീസ് അല്ല. സൂപ്പർ ചോദ്യമാണ്. പ്രഫിക്സ് ചേർത്ത് ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന വിധമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്യുവർ എന്ന് പറയുന്ന വാക്കിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു അഡ്ജക്റ്റീവ്, ഒരു വാക്കിൽ നിന്നും വേറൊരു അഡ്ജക്റ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ട് അഡ്ജക്റ്റീവ് വരൂ. ജോൺ ബിക്കെയിം ദ ഡിഫാക്റ്റോ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ഡിഫാക്റ്റോ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം അറിയാമോ? ആക്ച്വൽ, യഥാർത്ഥ എന്നർത്ഥം. ആക്ച്വൽ ലീഡർ ഓഫ് ഇംഗ്ലണ്ട് ചോദിച്ചതാ, ഡിഫാക്റ്റോ, ആക്ച്വൽ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജ് ഫംഗ്ഷൻസിൻ്റെ ഒരു ചോദ്യം, അത് പ്രീവിയസ് ക്വസ്റ്റ്യനിലെ അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ വർഷം ചോദിച്ചതാ, കഴിഞ്ഞ തവണ ചോദിച്ചത്. വിച്ച് എക്സ്പ്രഷൻ എൻഷുവേഴ്സ് ദ കസ്റ്റമർ ദാറ്റ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൊല്യൂഷൻ ഓഫ് ദ കമ്പനി, ബ്രാൻഡ് ആൻഡ് ഹാസ് ഓഫേർഡ്. വിച്ച് എക്സ്പ്രഷൻ എൻഷുവേഴ്സ് ദ കസ്റ്റമർ ദാറ്റ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൊല്യൂഷൻ ഓഫ് ദ കമ്പനി, ബ്രാൻഡ് ഹാസ് ഓഫേർഡ്. മനസ്സിലായോ? വിച്ച് എക്സ്പ്രഷൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് എക്സ്പ്രഷൻ ആയിരുന്നു? എൻഷുവേഴ്സ് ദ കസ്റ്റമർ ദാറ്റ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൊല്യൂഷൻ ദ കമ്പനി, ബ്രാൻഡ് ഹാസ് ഓഫേർഡ്. വി ആർ ചെക്കിംഗ് ടു സീ വെൻ ദ ന്യൂ സ്റ്റോക്ക് വിൽ അറൈവ്. ഇത് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സാധനമല്ല. റൈറ്റ് നൗ വി വെയർ വർക്കിംഗ് ഓൺ യുവർ ഐറ്റം, സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല. ഐ ഹാവ് ആൻ അപ്ഡേറ്റ് ഫോർ യു റിഗാർഡിംഗ് യുവർ പർച്ചേസ്. നോ. ഐ വാണ്ട് ടു ചെക്ക് ഇഫ് യു ഹാവ് റിസീവ്ഡ് ദ ഹെൽപ്പ് യു നീഡഡ്. ഇതാണ് കറക്റ്റ്. നമ്മളെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ തരുന്ന, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന സെൻറ്റൻസ് ഏതെന്ന് ചോദിച്ചാൽ ഐ വാണ്ട് ടു ചെക്ക് ഇഫ് യു ഹാവ് റിസീവ്ഡ് ദ ഹെൽപ്പ് യു നീഡഡ്. നല്ലോണം നോക്ക്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏതാണ് ശരിയെന്ന്. ഓക്കെ. സോ ഇനിയും മോഡൽ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഇത് യൂട്യൂബിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴും കോഴ്സ് നടക്കുന്നുണ്ട്. 16,000-ഓളം ആപ്ലിക്കൻസ് ഉണ്ട് കേരളത്തിലുടനീളം HSC ഇംഗ്ലീഷിന്. നമുക്ക് ഗോൾഡ് ബാച്ചിൽ തന്നെ 1000-ഓളം ഉദ്യോഗാർത്ഥികൾ വന്നു കഴിഞ്ഞു. നോർമൽ ബാച്ചിൽ എണ്ണം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കേരളത്തിലുള്ള HSC ഇംഗ്ലീഷ് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് എൻട്രിയാണ്. കാരണം ടീം സൂപ്പറാണ്. ഞാൻ നയിക്കുന്നു എന്നേ ഉള്ളൂ. ലിറ്ററേച്ചർ മൊത്തം പഠിപ്പിക്കുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്. ലിറ്റററി ക്രിറ്റിക്സും ഫോണറ്റിക്സും ലിംഗ്വിസ്റ്റും ഒക്കെ.
അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ കോഴ്സിലുള്ളവരോട് അഭിപ്രായം ചോദിക്കുക. കോഴ്സുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അവർക്ക് വിശ്വാസം വരട്ടെ. സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം മാത്രം, കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ദയവ് ചെയ്ത് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാറുള്ളൂ. ഞാൻ വീണ്ടും വരും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.